ഈ വയനാട്ടുകാരുടെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ജില്ലയിൽ 2 മെഡിക്കൽ കോളേജ് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ആവശ്യമായിട്ട് നടക്കുക വയനാട്ടുകാർ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബ്ദുൽ കലാം പാപ്പളശ്ശേരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാട്ടുകാരുടെ മെഡിക്കൽ കോളേജിന് മുമ്പിലാട്ടോ, മാനന്തവാടി. വയനാട്ടുകാരുടെ ദുരിതം ഒരു ബോർഡിൽ ഒതുക്കി തീർക്കുകയാണ് ശരിക്ക് അധികാരികൾ ചെയ്തത്. വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് മാനന്തവാടി ആശുപത്രിയുടെ മുമ്പിൽ ഒരു ബോർഡ് മാത്രം വെച്ചു. അതിനുശേഷം വേണ്ട അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വയനാട്ടുകാർക്ക് ലഭിക്കുന്നില്ല. ഇപ്പം നമ്മുടെ 2 റോഡുകൾ അടഞ്ഞ സമയത്ത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടതാണ്. നമ്മളൊക്കെ സാധാരണ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ? ഒരു രോഗീനെ സീരിയസ് ആകുന്ന സമയത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നിങ്ങളാരെയും കേട്ടിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ നിന്നൊരു രോഗീനെ വേറൊരു മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്? ഇവിടെ വയനാട്ടുകാരുടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെയാണ്. ഇവിടെ എത്തുന്ന രോഗികളെ, ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും റെഫർ ചെയ്യും. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്തിനാ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? അതിലല്ല. ഇവിടെ ഒരു 4 കാറുകൾ ഒന്നിച്ച് വന്നാൽ നിർത്തിയിടാൻ പോലും ഒരു സൗകര്യമില്ല. നിങ്ങൾക്കിവിടെ കണ്ടാലറിയാം, ഇവിടെ ഈ ചുരുങ്ങിയ സ്ഥലത്താണ് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വയനാട്ടുകാർക്ക് നമ്മുടെ ആ മടക്കിയിൽ ആദ്യം പറഞ്ഞ ആ ഒരു സ്ഥലം ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. വയനാട് ജില്ലയിൽ കൽപ്പറ്റ, ബത്തേരി ഭാഗങ്ങളിൽ തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം അതുതന്നെയാണ്. അവിടെ തന്നെ ആയിരിക്കണം നമ്മുടെ മെഡിക്കൽ കോളേജ് വരേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാനന്തവാടി ഈ ഒരു ഭൂപ്രകൃതി വെച്ച് നോക്കുമ്പോൾ കുന്നും ചെരിവും മലകളുള്ള ഒരു പ്രദേശമാണ്. ഇവിടേക്ക് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും വാഹനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് നിർത്തിയിടാനോ അല്ലെങ്കിൽ ഒരു പാർക്കിങ്ങിന് പോലും സൗകര്യമില്ലാത്ത സ്ഥലത്തൊക്കെ മെഡിക്കൽ കോളേജ് കൊണ്ടുവച്ചിട്ട് ഒരു കാര്യമല്ല. ഇത് വയനാട്ടുകാർക്ക് അടുത്ത ഇലക്ഷനെങ്കിലും വയനാട്ടുകാർ ചിന്തിക്കുക. നമുക്ക് കുറേ MLA-മാർ, MP കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. വരുന്ന സർക്കാരുകൾ ഇങ്ങനെ വയനാട്ടുകാരെ മൊത്തം പറ്റിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് മാറുന്നത് നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം പണ്ടൊരു സർക്കാർ ബൈരക്കൊപ്പ ഒരു തറക്കല്ലിട്ടിരുന്നു, ഒരു പാലം വരുന്നു പറഞ്ഞിട്ട്, അത് ഇന്നുവരെ വന്നിട്ടില്ല. അതേ അവസ്ഥയാണ്. നമുക്ക് ഒരിക്കലും മെഡിക്കൽ കോളേജിനൊരു യോഗം ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഉള്ളവനൊക്കെ ചുരത്തിലെത്തുമ്പോഴേക്കും മരിച്ചു വീഴട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് മാറണം. ഞങ്ങൾക്കും വേണം ഒരു മെഡിക്കൽ കോളേജ്. ഇതുകൊണ്ട് അത്യാഹിത വിഭാഗത്തിൻ്റെ ബോർഡ് വെച്ച ഒരു സ്ഥലമാണ്. അവിടെയുള്ള സ്ഥലം നിങ്ങളൊന്ന് നോക്ക്. ഈ ഒരു ഇട്ടാവട്ടത്ത് കിടന്നിട്ടാണ് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആർക്കാ വിശ്വാസം? ഒരു റോഡ് ഇത് കണ്ടോ, ഈ ഒരു കാണുന്ന ഈ ഒരു സ്ഥലമാണ് ഒരു മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ആകെ ഉള്ളത്. ഒരു 4 കാറ് വന്ന സെക്യൂരിറ്റിക്കാർ വന്ന് വിളിക്കും, ഇന്ന വണ്ടി ആരതാണ് ഒന്ന് മാറ്റി തരണം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ സത്യത്തിൽ നമ്മൾ വയനാട്ടുകാരെ ഒരു പൊട്ടന്മാരാക്കുന്ന രീതിയാണ്. ഇതിലും നല്ലത് ആ സുൽത്താൻ ബത്തേരിയിലെ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ പിന്നെയും ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ പുതിയ അംഗീകാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏത് രോഗികളിലാണ് വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. കാരണം സീരിയസ് ആയിട്ട് ഒരു രോഗീനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ രോഗീനെ ഉടനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ ഈ വിദ്യാർത്ഥികളും കൂടെ പോകേണ്ടി വരില്ലേ അവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്? അതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അല്ലാതെ ഇവിടുന്ന് ഒന്നും പഠിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. എന്തിനാണ് ഞങ്ങൾ ഈ വയനാട്ടുകാർ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജ്, അത് ആ മടക്കിയിൽ അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം തന്നെ സർക്കാർ ഏറ്റെടുത്തിട്ട് ഞങ്ങൾക്ക് ആ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച് തരണം എന്നാണ് അത് ഏത് സർക്കാർ വന്നാലും നമുക്ക് ഇവരോട് പറയാനുള്ളത്.